Hi viewers, I'm Jeniji. Today I'm going to tell you asking and giving the directions or the way. വഴി ചോദിക്കുക, വഴി പറഞ്ഞു കൊടുക്കുക. ഇത് രണ്ടും നമ്മുടെ നിത്യജീവിതത്തിൽ സാധാരണമായ കാര്യങ്ങളാണ്. പലരും വന്ന് നമ്മളോട് വഴി ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് പലർക്കും ചോദിക്കുന്നവർക്ക് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇത് മലയാളത്തിൽ വളരെ എളുപ്പമാണ്. ഇംഗ്ലീഷിൽ അതൊരു ഫോർമൽ ലാംഗ്വേജ് ആയതുകൊണ്ട് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് വഴി ചോദിക്കുന്നതും വഴി പറഞ്ഞു കൊടുക്കുന്നതും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഒരു മജീദൊക്കെ ഉണ്ടായിരുന്നു. അയാൾ വഴി അരികിലിങ്ങനെ നിൽക്കുമ്പോൾ എവിടുന്നോ ഉള്ള ആൾക്കാർ വന്നിട്ട് ഊട്ടിയിലേക്കുള്ള വഴി ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു കൊടുത്തത് ഗോ ഗോ ഗോ. അതായത് ഈ കേട്ടവർക്ക് ചെറിയ തോതിൽ കാര്യം മനസ്സിലായി, അവരങ്ങോട്ട് വണ്ടി എടുത്ത് പോയി. അപ്പം അങ്ങനെയും ഒന്നും അറിയാത്തവർക്ക് അങ്ങനെയും വഴി പറഞ്ഞു കൊടുക്കാം എന്നുള്ളതാണ്. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് നോക്കാം. നമ്മൾ മലയാളത്തിൽ നമ്മളൊരു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ അല്ല കളക്ട്രേറ്റ്, അല്ല ബസ് സ്റ്റാൻഡ്, ഇവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, അതല്ലെങ്കിൽ ഇവിടുത്തെ പാർക്ക്, ഇങ്ങനെയൊക്കെ നമ്മൾ വെറും ആ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് വഴി ചോദിക്കുകയാണെന്നുള്ളത്. അവർ പറഞ്ഞു തരും. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ പോരാ. ഇംഗ്ലീഷ് ഒരു ഫോർമൽ ലാംഗ്വേജ് ആയതുകൊണ്ട് അങ്ങനെ അവരോട് നേരിട്ട് ഇത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരല്പം അവർക്കത് ഇഷ്ടപ്പെടാത്തൊരു ഭാഷയായിട്ട് തോന്നും. ഒരു ധിക്കാരത്തോടു കൂടി ചോദിക്കുന്ന പോലെ തോന്നും. അതായത് ഒരു ഡിമാൻഡ് ചെയ്യുന്ന പോലെ അവർക്ക്. അപ്പോൾ അതിന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉപയോഗിക്കും. ഒരാളെ കണ്ടുമുട്ടി വഴി ചോദിക്കണം നമ്മൾ. സോ എക്സ്ക്യൂസ് മീ, ഇതെപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. എക്സ്ക്യൂസ് മീ. അപ്പോൾ അയാൾ അവിടെ നിൽക്കും, എന്താണെന്ന് ചോദിക്കും. അതിൻ്റെ കൂടെ നമുക്ക് പറയാം ഐ എം ന്യൂ ഹിയർ, ഞാനിവിടെ പുതിയ ആളാണ്. അപ്പോഴും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതല്ലെങ്കിൽ ഐ എം ലോസ്റ്റ്, എനിക്ക് വഴി തെറ്റിപ്പോയെന്നാണ് തോന്നുന്നത്. ഐ എം ലോസ്റ്റ് മീൻസ് എനിക്ക് വഴി തെറ്റിപ്പോയെന്നാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് ചോദിക്കാം. അപ്പോൾ അവിടെ എക്സ്ക്യൂസ് മീ ഇതെപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. എക്സ്ക്യൂസ് മീ. ഇനി നമുക്ക് വഴി ചോദിക്കണം. അപ്പം നമുക്ക് ഇതേപോലെ ബസ് സ്റ്റാൻഡ്, കളക്ട്രേറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോലെ. കുഡ് യു പ്ലീസ്, അതെപ്പോഴും നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. കുഡ് യു പ്ലീസ് ടെൽ മീ വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ്. കുഡ് യു പ്ലീസ് ടെൽ മീ ഹൗ ടു ഗെറ്റ് ടു ദ പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള വഴിയൊന്ന് പറഞ്ഞു തരുമോ. ഓർ ഡു യു നോ വേർ ദ കളക്ട്രേറ്റ് ഈസ്. ഇങ്ങനെയും ചോദിക്കാം. ഡു യു നോ, നിങ്ങൾക്ക് അറിയുമോ എന്ന രീതിയിലും ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വേർ ഈസ്, ഡു യു നോ വേർ ദ പോലീസ് സ്റ്റേഷൻ ഈസ്. ഓർ where is the nearest ATM counter? Where is the nearest ATM counter? അങ്ങനെയും ചോദിക്കാം. Or what is the best? Or what is the quickest? Or what is the fastest? What is the easiest way to the railway station? റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി, ഏറ്റവും നല്ല വഴി. ഇങ്ങനെ പല അർത്ഥത്തിൽ നമുക്ക് ക്വിക്കസ്റ്റ്, ഫാസ്റ്റസ്റ്റ്, നിയറസ്റ്റ്, ബെസ്റ്റ് ഇതൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ഈസ് ദിസ് ദ വേ ടു മൈസൂർ. അല്ല, ഇത് മൈസൂരിലേക്ക് പോകുന്ന വഴി ഇത് തന്നെയല്ലേ എന്നാ ചോദിക്കുന്നത്. ഈസ് ദിസ് ദ വേ ടു മൈസൂർ. അങ്ങനെയും ചോദിക്കും. ഐ എം ലുക്കിംഗ് ഫോർ ദിസ് അഡ്രസ്. ഞാൻ ഒരു അഡ്രസ്സ് നമ്മൾ കുറിച്ച് വെച്ചിട്ടുണ്ട്, പേപ്പർ തുണ്ട്, അത് കാണിച്ചിട്ട് ചോദിക്കും ഇത് ഞാൻ ഈ അഡ്രസ്സാണ് തരുന്നത്. ഡു യു നോ ദിസ് പ്ലേസ്. ഇങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചില സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ ഏറ്റവും നല്ല എന്തെങ്കിലും ഉണ്ടെന്ന്, ഈസ് ദർ എനി ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഹിയർ, ഈസ് ദർ എനി ബെസ്റ്റ് ഹോട്ടൽസ് ഹിയർ. അങ്ങനെയും ചോദിക്കാം. ഇവിടെ ഏറ്റവും നല്ല ഹോട്ടലുകൾ, ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റുകൾ ഉണ്ടോ എന്നാണ്. നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ വേഗം പറയാം ഐ എം സോറി ഐ ഡോണ്ട് നോ. ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് പറയുക. ഐ എം ഓൾസോ ന്യൂ ഹിയർ, ഐ എം ഓൾസോ എ സ്ട്രേഞ്ചർ ഹിയർ. എനിക്കും പരിചയമില്ല, ഞാനും ഇവിടെ പുതുക്കക്കാരനാണ് എന്നാണ് അർത്ഥം. ഇല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഓ ഇറ്റ്സ് ക്വൈറ്റ് നിയർ ഹിയർ, ഇറ്റ്സ് ക്വൈറ്റ് നിയർ ഹിയർ. അതായത് ഇവിടെ തൊട്ടടുത്താണ്. ഓൺലി വാക്കബിൾ ഡിസ്റ്റൻസ് ഓർ വാക്കിംഗ് ഡിസ്റ്റൻസ് രണ്ടും പറയാം. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. വാക്കിംഗ് ഡിസ്റ്റൻസ് ഓർ വാക്കബിൾ ഡിസ്റ്റൻസ്. അതല്ലെങ്കിൽ നമ്മൾ പറയും ഓ ഇറ്റ്സ് ഓൺലി 1 mile ഫ്രം ഹിയർ ഓർ 1 kilometer ഫ്രം ഹിയർ. ഇവിടുന്ന് ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മൈലേ ഉള്ളൂ. ഓർ ഇറ്റ്സ് ഓൺലി 5 minutes വാക്ക് ഫ്രം ഹിയർ. ഇവിടുന്ന് ഒരു 5 minute നടക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതും നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് സഹായകരം. ഇനി ചില സമയത്ത് ഇത് ഒരുപാട് ദൂരമുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഇറ്റ്സ് ഫാർ അവേ ഫ്രം ഹിയർ. ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. ഇറ്റ്സ് 10 kilometers ഫ്രം ഹിയർ. ഇവിടുന്ന് ഏകദേശം 10 kilometer ദൂരമുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇനി നമുക്ക് ഇവിടുന്ന് നടന്നു പോകാൻ പറ്റാത്ത ദൂരമാണെങ്കിൽ നമ്മൾ പറയും യു ടേക്ക് ആൻ ഓട്ടോ. ഒരു ഓട്ടോ പിടിച്ചു പോയിക്കോളൂ. ഓർ ടേക്ക് എ ടാക്സി പിടിച്ചോളൂ. അല്ലെങ്കിൽ ടേക്ക് ദ ബസ് നമ്പർ 10. ചില സ്ഥലങ്ങളിലൊക്കെ ബസ്സിന് നമ്പർ ഉണ്ടാവും. ടേക്ക് ദ ബസ് നമ്പർ 10 ഓർ ടേക്ക് ദ ബസ് ടു മൈസൂറിലേക്കുള്ള ബസ് കയറിക്കോളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുക. അപ്പം ഇതാണ് തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് ആ സ്ഥലം അറിയും. അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയും ഇപ്പം നടന്നു പോകാനാവുന്ന ദൂരമുള്ള ഗോ എഹെഡ്. എഹെഡ് മീൻസ് മുന്നോട്ട് പോയിക്കോളൂ എന്നാണ്. ഗോ സ്ട്രെയിറ്റ്, നേരെ പോയിക്കോളൂ. ഓർ ഗോ
അപ്പ് ദ ഹിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ചെറിയൊരു കയറ്റമുണ്ട് അല്ലെങ്കിൽ ഇറക്കമുണ്ടെങ്കിൽ ഗോ അപ്പ് ഓർ ഗോ ഡൗൺ. ഗോ അപ്പ് ദ ഹിൽ ഓർ ഗോ ഡൗൺ ദ ഹിൽ എന്നാണ്. അല്ലെങ്കിൽ ഗോ അലോങ് ദ റോഡ്, ഈ റോഡ് കൂടെ തന്നെ നേരെ പോകും. ഗോ അലോങ് ദ റോഡ്. പിന്നെ നമ്മൾ ചിലപ്പോൾ പറയും സ്റ്റേ ഓൺ ദ റോഡ് ഫോർ 5 minutes. ഒരു 5 മിനിറ്റ് ഈ റോഡിലൂടെ തന്നെ പോവുക. ഓർ സ്റ്റേ ഓൺ ദ റോഡ് ഫോർ 1 kilometer. 1 കിലോമീറ്റർ ഈ റോഡ് കൂടെ തന്നെ പോവുക. എന്നിട്ടാണ് നമുക്ക് അവിടെ നിന്ന് ഒരു ചേഞ്ച് വരും. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം യു ടേൺ ലെഫ്റ്റ് ഓർ യു ടേൺ റൈറ്റ് ഓർ മേക്ക് എ ലെഫ്റ്റ് മേക്ക് എ റൈറ്റ്. അങ്ങനെയും പറയാം. ടേൺ പറയാം, മേക്ക് പറയാം, ഓർ ടേക്ക് പറയാം. ടേക്ക് എ ലെഫ്റ്റ്, ടേക്ക് എ റൈറ്റ്. ഒന്നിൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ടേക്ക് എ ലെഫ്റ്റ്, വലതുവശത്തേക്ക് പോവുക അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് പോവുക. ഇങ്ങനെയൊക്കെ പറഞ്ഞോളൂ. ചില സമയത്ത് ദെൻ യു വിൽ സീ എ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ലാൻഡ് മാർക്ക് ബിൽഡിങ്സ് എന്തെങ്കിലും ഉണ്ടാവും. അത് പറയാനുള്ള ഒരു എളുപ്പ വഴിയാണ്. ദെൻ യു വിൽ സീ എ സൂപ്പർ മാർക്കറ്റ് ഓർ ദെൻ യു വിൽ സീ എ ചർച്ച് ഓർ എ മോസ്ക് ഓർ എ ടെമ്പിൾ. ഇതൊക്കെ ഉണ്ടാവും ചിലപ്പം പോകുന്ന വഴി. അത് പറഞ്ഞു കൊടുക്കുക. ഓർ യു വിൽ സീ എ പെട്രോൾ സ്റ്റേഷൻ. അവിടെ ചിലപ്പോൾ ഒരു പെട്രോൾ സ്റ്റേഷൻ. ഓർ യു വിൽ സീ എ പോലീസ് സ്റ്റേഷൻ. അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും. ദർ യു ടേൺ ലെഫ്റ്റ് ഓർ യു ടേൺ റൈറ്റ്. അവിടെ നിന്നും തിരിയാനും മറിയാനുള്ള വഴിയൊക്കെ പറഞ്ഞു. ഓർ ഗോ പാസ്റ്റ് മീൻസ് അതും കടന്നു പോവുക. ഗോ പാസ്റ്റ് ദ മോസ്ക്, ആ മുസ്ലിം പള്ളിയും കടന്ന് അപ്പുറത്തേക്ക് പോവുക. ഗോ പാസ്റ്റ് ദ കലക്ട്രേറ്റും കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോവുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഈ വാക്കുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. ആൻഡ് യു വിൽ നെവർ മിസ് ഇറ്റ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളിത് കാണാതിരിക്കില്ല. ഏതെങ്കിലും ലാൻഡ്മാർക്ക് ബിൽഡിംഗ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് യു വിൽ നെവർ മിസ് ഇറ്റ്, അത് നിങ്ങൾ കാണാതിരിക്കില്ല. അവിടെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന അത്രയും വലിയൊരു ബിൽഡിംഗ് ലാൻഡ്മാർക്കാണ്. ആരുടെ ശ്രദ്ധയും പിടിച്ചു പറ്റുന്ന ഒരു വലിയ കെട്ടിടമായതുകൊണ്ടാണ് അങ്ങനെ പറയുക. അത് ചിലപ്പോൾ ഒരു ബിൽഡിങ്ങിന് ആയിക്കോളെന്നല്ല, ഒരു പാർക്കാവാം, ഒരു ലേക്ക് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇനി അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് എക്സാക്റ്റ് ആയിട്ടുള്ള ആ സ്ഥലം എന്നുള്ളത് പറയുകയാണ്. ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ്, നമ്മൾ ഉദ്ദേശിച്ചു പോകുന്ന സ്ഥലം ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ മുമ്പിലായിട്ട് വരും. ഓർ ഇറ്റ് ഈസ് ബിഹൈൻഡ് ദ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിന്റെ പുറകിലായിട്ട് വരും. ഓർ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ നേരെ എതിർവശത്താണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ദ പാർക്ക്. ഇപ്പുറത്തൊരു പാർക്ക് ഉണ്ട്, ഇപ്പുറത്ത് ഹോസ്പിറ്റലിന്, അതിന്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ്. ഇങ്ങനെയും നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓർ ഇറ്റ് ഈസ് നിയർ ദ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ്. ഓർ ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിനോട് നെക്സ്റ്റ്, രണ്ടും നിയർ ഓർ നെക്സ്റ്റ് ടു ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ്. അപ്പം നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അതേസമയം നേരത്തെ നമ്മൾ ഒരു ഫാർ അവേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം you just drive for 10 kilometers. There you ask anyone, they will tell you. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോടും ചോദിക്കാം, ആര് വേണമെങ്കിലും അത് പറഞ്ഞു തരും. പക്ഷെ ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 5-10 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം ഇവിടുന്ന് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് ആരോടും ചോദിക്കുക. എനിവൺ വിൽ ടെൽ യു, ആര് വേണമെങ്കിലും നിങ്ങൾക്കത് പറഞ്ഞു തരും. ഓർ ഇറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ റോഡ്. ഇപ്പോൾ ഈ പോകുന്ന റോഡിന്റെ ഏറ്റവും അവസാനത്തിലാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ റോഡ്, അല്ലെങ്കിൽ അറ്റ് ദ കോർണർ ഓർ ഓൺ ദ കോർണർ ഓഫ് ദിസ് റോഡ്. ഈ റോഡിന്റെ എൻഡിലെത്തുമ്പോൾ അവിടെ ഒരു കോർണർ, ഒരു മൂല ഇങ്ങനെ വരും, അങ്ങോട്ട് തിരിയുക. അപ്പോൾ അവിടെയാണ് ഈ ഇതിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്ഥലം പറഞ്ഞു കൊടുക്കാൻ എളുപ്പമായിട്ടുള്ള ചില ഫ്രേസസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ വേണം. ഒരു ഇംഗ്ലീഷിൽ ഒരു വഴി പറഞ്ഞു കൊടുക്കും. ചില സമയത്ത് നമ്മൾ പറയും യു ആർ ഇൻ ദ റോങ് വേ. ഇപ്പം ചോദിച്ചാൽ നിങ്ങളിപ്പോൾ തെറ്റായ വഴിക്കാണ് പോകുന്നത്, ചിലപ്പോൾ നേരെ പുറകോട്ട് ഗോ ബാക്ക്, പുറകോട്ടേക്കായിരിക്കും പോകേണ്ടി വരുന്നത്. ഇനി നമ്മൾ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു, അവർക്ക് ഏകദേശം സ്ഥലമൊക്കെ മനസ്സിലായി. ഇത്രേ വേണ്ടി വരുന്നുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വഴി മനസ്സിലായി. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താങ്ക്സ് പറയാൻ മറന്നു പോകരുത്. താങ്ക്സ്, ആ വഴി പറഞ്ഞു തന്ന ആൾക്ക് താങ്ക്സ്. അപ്പം പറ്റുമ്പോൾ ദാറ്റ്സ് ഓൾ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് സി യു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിരിയും. അത്രേ ആവശ്യമുള്ളൂ. അപ്പം ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന വഴി, ആസ്കിങ് ആൻഡ് ഗിവിങ് ഡിറക്ഷൻസ് ചോദിച്ചിരിക്കുന്നത് ഒരുപാട് തവണ ചോദിച്ച നിസാറാണ്. അപ്പം ഞാൻ പറയുന്നത് നിസാർ ഒരു 3 തവണയോ 4 തവണയോ ചോദിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു തവണ ചോദിച്ച് അതെൻ്റെ ശ്രദ്ധയപ്പെട്ട് ഓക്കെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. അപ്പം എന്താണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം തരും. പക്ഷേ നിങ്ങൾ പറഞ്ഞ് തൊട്ട് അടുത്ത ദിവസം നിന്ന് തരാൻ കഴിഞ്ഞോളണമെന്നില്ല. അതേസമയം നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ അപ്പം തന്നെ എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത് പിന്നെ ഞാനത് റെക്കോർഡ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, പിന്നെ അതിൻ്റെ പല ജോലി തിരക്കിനിടയ്ക്കാണ് ഇത് ചെയ്യേണ്ടത്. സോ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. സോ പ്ലീസ് വെയിറ്റ്. സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാം.
ഇപ്പം നിങ്ങൾക്ക് ആസ്കിങ് ആൻഡ് ഗിവിങ് ഡിറക്ഷൻസ് മനസ്സിലായി കാണും. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് വഴി ചോദിക്കേണ്ടതും പറയേണ്ടതെന്നും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ ഇപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇത് കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.